ഈ വിഷയത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുലമയ്ക്ക് സുന്നി, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് ആ തരത്തിലുള്ള വിവേചനം നമുക്കില്ല. ഈ വിഷയത്തില് വഖഫ് ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കാൻ സാധ്യമല്ല. ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ ആദർശ സംരക്ഷണത്തോടൊപ്പം ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭാഷ ഇവിടെ സംഘടിപ്പിച്ചത്. അത് നടക്കും. ഇവിടെ അർദ്ധരാത്രി സമയത്ത് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ചതാണല്ലോ, ഒപ്പിട്ടതല്ലോ. രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ചതല്ലയോ. രാഷ്ട്രപതി സ്വയം അതിന്റെ നീതിബോധത്തോടെ ഒപ്പിട്ടതായിരിക്കുമല്ലോ. അങ്ങനെ നടത്തി ഈ വെള്ളം ഇത് നടപ്പിലാക്കാമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വെള്ളം നിങ്ങളൊന്ന് വാങ്ങിയാൽ മതി. ആ വെള്ളം ഇവിടെ തടക്കില്ല. ഇസ്ലാമിന്റെ മുസൽമാന്റെ ഒരു കുട്ടി അവശേഷിക്കുന്നിടത്തോളം ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കും. ഈ നിയമം നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതോടൊപ്പം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനോട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എൻ.കെ. സ്റ്റാലിൻ ചെയ്തതുപോലെ അവിടെ തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് അസംബ്ലി പ്രമേയം പാസാക്കിയതുപോലെ കേരളത്തിലും പ്രമേയം പാസാക്കണമെന്ന് ഭരണകക്ഷിയോടും പ്രതിപക്ഷങ്ങളോടും ഞങ്ങൾ ഈ സമ്മേളനം വളരെ വിനയാനുമായി അഭ്യർത്ഥിക്കുക. അതോടൊപ്പം നിയമ പോരാട്ടം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ വിഷയം, ഈ ബില്ല്, ഈ നിയമം പാസ്സാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ആ നിയമ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുമെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ച് നാളെ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സജീവ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡുമായി അവരെടുക്കുന്ന എല്ലാ പരിപാടികളുമായി സഹകരിച്ച് ഈ വിഷയത്തിലുള്ള സമരരംഗത്ത് മുൻപന്തിയിലാകുമെന്ന് നാളെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കത്തക്ക വിധത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുലമയുടെ നയം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിക്കും. അതോടൊപ്പം ഇന്നലെ നമ്മുടെ സഹോദരന്മാരെ അടിച്ചു, അവരെ കേസിൽ പെടുത്തി. ഈ വിഷയത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുലമയ്ക്ക് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന് വിവേചനമില്ല. സുന്നി, ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് ആ തരത്തിലുള്ള വിവേചനം നമുക്കില്ല. നേരത്തെ ബഹുമാനപ്പെട്ട സഹാബ് പറഞ്ഞതുപോലെ നിങ്ങൾ BJP-ക്കാർ, ജനസംഘക്കാർ ഈ നിയമത്തെ എതിർത്ത് മുന്നോട്ട് വന്നാൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ തോളൊരുമി സമരം ചെയ്യുമെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു. ഇതാണ് നമ്മുടെ നയം.